ഡോക്ടർ യുവാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിയന്യ ഡോക്ടർ യുവാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത തിരുമേനി നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ പ്രവേശിച്ചത് ഭദ്രാസനത്തിൻ്റെ ആകമാനമുള്ള പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ഉണർവും ഉന്മേഷവും നൽകിയിരിക്കുന്നു എന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. പാവപ്പെട്ടവരോടുള്ള കരുതൽ, പ്രായാധിക്യത്തിലും ആലംബഹീനരുമായവരോടുള്ള തിരുമേനിയുടെ നിഷ്കളങ്കമായ സ്നേഹം, സുവിശേഷ തീഷ്ണത, പ്രാർത്ഥന ജീവിതം എന്നിവ തിരുമേനിയുടെ ശുശ്രൂഷയുടെയും വ്യക്തിത്വത്തിൻ്റെയും മുഖമുദ്രയാണ്. തിരുമേനി നേതൃത്വം നൽകിയിട്ടുള്ള പുതുമയാർന്ന സംരംഭങ്ങൾ എന്നും സഭയെയും സമൂഹത്തെയും ഏറെ ധന്യമാക്കി എന്നതിൽ സംശയം ഇല്ല. പുതിയ നൂറ്റാണ്ടിലെ സന്നദ്ധ സുവിശേഷ സംഘം പ്രവർത്തനങ്ങൾക്ക് അഭിയന്യ തിരുമേനിയുടെ നേതൃത്വം ഒരു പുതിയ മാനം നൽകും. ഈ പ്രത്യേക പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിയന്യ തിരുമേനി നൽകിയത് നന്ദി പുരസ്സരം ഓർക്കുന്നു. അഭിയന്യ തിരുമനസ്സിലേക്ക് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ദൈവപരിപാലനം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ പി തോമസ് അച്ഛനാണ്. കേരളത്തിൽ സഭാ വ്യത്യാസമെന്നെ അറിയപ്പെടുന്ന ഒരു സുപ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗകനാണ് ബഹുമാനപ്പെട്ട പി തോമസ് അച്ഛൻ. വിമർശനാത്മകവും ആക്ഷേപഹാസ്യം നിറഞ്ഞതും ആത്മീയ പ്രചോദനം നൽകുന്നതുമായ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കൺവെൻഷൻ വേദികളിൽ മാത്രമല്ല, നവ സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നത് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. ഏറ്റവും ആദരവോടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പി തോമസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പാഠം വായനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. വിശുദ്ധ മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാങ്കെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്രകാരം പാഠം അവസാനിക്കുന്നു. കാലഘട്ടാനുസൃതമായി ദൈവവചനം വ്യാഖ്യാനിക്കുകയും നർമ്മരസത്തോടെ അവതരിപ്പിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ ആഴമായി പതിപ്പിക്കുകയും മനുഷ്യ മനസ്സുകളുടെ ചാലക ശക്തിയായി ദൈവവചനത്തെ മാറ്റുകയും ചെയ്യുന്ന റവറൻ PP തോമസ് അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. അഭിവന്ദനായ ഡോക്ടർ യുവാക്കി മാർ കോറിലോസ് സഭ്രകൻ മെത്രാപ്പൊലീത്ത തിരുമേനി, സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PC ജെയിംസ് അച്ഛൻ, ഭദ്രാസനത്തിൻ്റെ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ചുമതലക്കാര് സുശീലച്ചനും സംഘവും, ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സാംസൺ M. ജേക്കബ് അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗായക സംഘ അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു പ്രാവശ്യം കൂടെ ഈ ഭദ്രാസന കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്നതിനും ഈ യോഗത്തിൽ തന്നെ ദൈവജനം പങ്കിടുന്നതിനും ദൈവം നമ്പുരാൻ എനിക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച അഭിവന്ദനായ തിമോത്തിയോസ് തിരുമേനിയോടും സാംസണച്ചനോടും എൻ്റെ ചുമതലക്കാരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അഭിവന്ദനായ കോറിലോസ് തിരുമേനിയോട് ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നതിന് ഭാഗ്യം ദൈവം നമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഭദ്രാസന കൺവെൻഷനുകളിലും വിവിധ യോഗങ്ങളിലും തിരുമേനിയോട് ഒരുമിച്ച് ദൈവവചനം പങ്കിടുന്നതിനും അനുഗ്രഹകരമായ കൂട്ടായ്മ ലഭിക്കുന്നതിനും അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. PC ജെയിംസ് അച്ഛൻ പറഞ്ഞു, ഏതാണ്ട് 1000-ലധികം സന്നദ്ധ സുവിശേഷകർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു വചന കൂടാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന്. അച്ഛനേക്കാൾ 3 വർഷം മാർത്തോമാ സഭയിൽ വൈദിക ശുശ്രൂഷയിൽ സീനിയോറിറ്റിയുള്ള ഒരാൾ എന്ന നിലയിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ എബ്രഹാം മാർത്തോമാ തിരുമേനിയെക്കുറിച്ച് പറഞ്ഞ് സ്വർഗത്തിലിരുന്ന് ഇപ്പം അദ്ദേഹം സങ്കടപ്പെടുകയാണ്. കാരണം എല്ലാ മാർത്തോമാക്കാരനും സുവിശേഷകരാണെന്ന് തിരുമേനി പറഞ്ഞു എന്നും പറഞ്ഞ് നൂറ്റാണ്ടുകൾ പറഞ്ഞ് ഇന്ന് ഈ സംഘടന എത്തിപ്പറ്റിയിരിക്കുന്ന അവസ്ഥ ഓർക്കുമ്പോൾ അദ്ദേഹം സത്യത്തിൽ നമ്മുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ കരയുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കേന്ദ്രതലത്തിലും ഭദ്രാസന തലത്തിലുമുള്ള ഒരുപാട് പരിപാടികളെക്കുറിച്ച് പ്രസ്താവനകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എനിക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല, അതിനുള്ള അവസരവുമില്ല. ഇന്ന് കേട്ട വേദഭാഗം വായിച്ചു കേട്ടപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വേദഭാഗം കേൾക്കാത്ത, പ്രസംഗിക്കാത്ത ആരാണ് ഇന്നിവിടെ ഉള്ളത്? ഞാൻ നിങ്ങളെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ഈ വേദഭാഗം പ്രസംഗിച്ച് തിരുമേനിമാരും അച്ഛന്മാരും ഇത് കേട്ട് ദൈവജനവും പക്ഷപാതക്കാരനേക്കാൾ വല്ലാത്ത അവസ്ഥയിൽ തളർന്നു പോയ ഒരു വേദഭാഗമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് എന്താണ് പറയുക, പുതിയതായി എന്തെങ്കിലും പറയാനാണോ, അങ്ങനെയൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. എനിക്കിന്ന് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ സടിച്ചുകൂടിയിരിക്കുന്ന സകല മനുഷ്യരും, വേദിയിലിരിക്കുന്ന വൈദികരും തിരുമേനിയും ഉൾപ്പെടെ നമ്മളെല്ലാവരും സന്നദ്ധ സുവിശേഷകരാണല്ലോ, വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുമാണല്ലോ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സന്നദ്ധ സുവിശേഷകന്റെ ഭവനം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ന് വായിച്ച വേദഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണയായി പക്ഷപാതക്കാരനെ കുറിച്ചോ അവനെ കൊണ്ടുവന്ന കൂട്ടുകാരെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ ഒന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പകരം ഒരു സന്നദ്ധ സുവിശേഷകന്റെ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഈ വേദഭാഗത്തിലൂടെ
നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനമായി സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനം നടത്തുന്ന ഈ അനുഗ്രഹീത വേദിയിൽ അങ്ങയുടെ വചനവുമായി നിൽക്കുവാൻ ബലഹീനനായ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അഭിമന്യ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. വന്യ വൈദികർക്കായി സ്തോത്രം ചെയ്യുന്നു. സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ പ്രവർത്തകർക്കായി സ്തോത്രം. ഈ പന്തലിൻ കീഴിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാനെ, നിന്റെ ജനത്തോട് വചനം പറയുവാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മൾ ഒരുമിച്ച് ഒരു പുനർവായനയ്ക്ക് വിഷയീഭവിപ്പിക്കുകയാണ്. റീഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വിശദമായ വലിയ വേദശാസ്ത്ര വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും പോകാതെ ഈ വേദഭാഗം നമ്മൾ സാവധാനം ഒന്ന് വായിച്ച് അവിടെ കാണുന്ന ചില വാക്കുകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയാം. ഈ വേദഭാഗം തുടങ്ങുന്നത് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ കഫർന്നഹൂമിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. കഫർന്നഹൂം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ഗലീലക്കടലിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രാമം അന്നത്തെ ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടെയായിരുന്നു. പ്രത്യേകിച്ചും ചുങ്കം പിരിവ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ മത്തായി എന്ന പിൽക്കാലത്ത് പേര് വന്ന ലേവി എന്ന ചുങ്കക്കാരൻ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കഫർന്നഹൂമിലെ ടാക്സ് സ്റ്റേഷൻ എന്ന് പറയാം. ഈ സ്ഥലത്തെക്കുറിച്ച് വേദപുസ്തകം തന്നെ നമുക്ക് നൽകുന്ന ഒന്ന് രണ്ട് സൂചനകൾ നമ്മുടെ എല്ലാവരുടെയും അറിവിനായിട്ട് ഒന്ന് സൂചിപ്പിക്കട്ടെ. കഫർന്നഹൂമിനെ യേശുവിൻ്റെ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. ടൗൺ ഓഫ് ജീസസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നൊരു സംശയം നമുക്കുണ്ടാവാം. കാരണം യേശു ജനിച്ചത് ബേത്ലഹേമിലും വളർന്നത് നാസറത്തിലുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് കഫർന്നഹൂം യേശുവിൻ്റെ പട്ടണമാകുന്നത്? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ആദ്യ പ്രസംഗം നാസറത്തിലെ സിനഗോഗിൽ നടന്ന ദിവസം യെശയ്യാ പ്രവചനം എടുത്ത് വായിച്ച് വ്യാഖ്യാനിച്ച് നസറത്തിലെ സിനഗോഗിൽ ആദ്യ ദിവസത്തെ പ്രസംഗത്തിന് ശേഷം ആ സിനഗോഗിലിരുന്ന സകല മനുഷ്യരും കൂടെ എഴുന്നേറ്റ് യേശുവിനെതിരെ ആക്രോശിക്കുകയും യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി ആ ദേവാലയം നിന്നിരുന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ ഭാവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശു അന്ന് അവിടെ നിന്ന് പോയി കഫർന്നഹൂമിലാണ് താമസമാക്കിയത് എന്ന് നമുക്ക് വായിക്കുന്നു. മത്തായി തൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ സംഭവത്തെ മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്. മത്തായി 4:13 യേശു നസറത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു എന്ന് നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ പടകിൽ കയറി ഇക്കരെ കടന്നു സ്വന്തം പട്ടണത്തിൽ എത്തി എന്നാണ്. അതായത് ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്ന ഒരു വസ്തുത, യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ താമസിക്കുന്നത് ഈ കഫർന്നഹൂമിലാണ്. മാത്രമല്ല ഇന്നും
നമ്മൾ കബർന്നൂമിൽ ചെല്ലാമെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന്റെ വശത്ത് ഒരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ടൗൺ ഓഫ് ജീസസ് എന്നാണ്. ഈ 2024 നമ്മൾ കബർന്നൂമിൽ ചെല്ലാമെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിനടുത്ത് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ കബർന്നൂം എന്ന് പറയുന്നത് യേശുവിൻ്റെ പട്ടണമാണ്. കബർന്നൂമിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് പത്രോസിന്റെ ഭാര്യാഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ്. കബർന്നൂമിലെ ഭവനം പത്രോസിന്റെ ഭാര്യാഭവനമായിരുന്നു. ആ ഭവനമായിരുന്നു യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒരു ഇടത്താവളം. സുവിശേഷങ്ങളിൽ ചിലയിടത്തൊക്കെ അത് പത്രോസിന്റെ ഭവനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, പത്രോസിന്റെയും അന്ത്രയോസിന്റെയും നാട് ബെത്സയിദയാണ്. അത് കബർന്നഹൂമല്ല. അവർ രണ്ടുപേരും ബെത്സയിദക്കാരാണ്. അതുകൊണ്ട് കബർന്നഹൂമിലേത് പത്രോസിന്റെ ഭാര്യാഭവനം തന്നെയാണ്. മത്തായി 8:24, മർക്കോസ് 1:29, ലൂക്കോസ് 4:38 എന്നീ വാക്യങ്ങളിൽ യേശു ഈ ഭവനത്തിൽ വെച്ച് പത്രോസിന്റെ അമ്മാവി അമ്മയെ സുഖപ്പെടുത്തുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂഗർഭ ഗവേഷകർ ആ സ്ഥലം മുഴുവൻ എക്സ്കവേറ്റ് ചെയ്യുകയും പഴയ ഒരു സിനഗോഗും അതിനോട് ചേർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ വീടും ഒക്കെ ഇന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാവുന്നതാണ്. ഞാൻ ഇത്രയും കൃത്യമായി ഇത് പറയാൻ കാരണം, ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഗവേഷണവുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഇസ്രായേലിൽ പോയി താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ഈ കബർന്നഹൂം എന്ന് പറയുന്ന സ്ഥലത്തെ പര്യവേക്ഷണ സ്ഥലങ്ങളൊക്കെ പോയി കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഈ കബർന്നഹൂം എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാഥമികമായ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ വേദഭാഗത്തേക്ക് തുടർ വായനയ്ക്കായി പ്രവേശിക്കുകയാണ്. നമ്മുടെ വേദഭാഗം ആരംഭിക്കുന്നത് അവൻ പിന്നെയും കബർന്നഹൂമിൽ ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. യേശു പിന്നെയും, അതായത് വീണ്ടും ചെന്ന ചുരുക്കം ചില ഭവനങ്ങളെ വേദപുസ്തകത്തിലുള്ളൂ. രണ്ടെണ്ണം നമുക്കറിയാം. ഒന്ന് ബഥാന്യയിലെ വീടാണ്, രണ്ട് ഈ കബർന്നഹൂമിലെ വീടാണ്. ഈ പ്രയോഗം വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നിയതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സന്നദ്ധ സുവിശേഷകരോട് ഞാനൊരു ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ വീടുകളിൽ യേശു പിന്നെയും വന്നിട്ടുണ്ടോ? ഞാനൊരു ചോദ്യം ഒരു കൂട്ടായ്മ യോഗത്തിൽ ചോദിച്ചപ്പോൾ മുമ്പിലിരുന്ന ഒരാൾ പറഞ്ഞു, ഒരിക്കൽ പോലും വന്നിട്ടില്ല, പിന്നെയും വരിക. അതുകൊണ്ട് ഇന്ന് ഈ പന്തലിൽ ഇരിക്കുന്ന സന്നദ്ധ സുവിശേഷകരോട് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന, നിന്റെ ഭവനം യേശു പിന്നെയും സന്ദർശിക്കുന്ന ഭവനമാകണം. നീ കേന്ദ്രതലത്തിലോ ഭദ്രാസന തലത്തിലോ 7 പരിപാടിയോ 14 പരിപാടിയോ ഇനി 501 പരിപാടിയോ നടത്തിയാലും നിന്റെ വീട്ടിൽ യേശു പിന്നെയും വരാത്ത വീടാണെങ്കിൽ നിന്റെ വാക്കുകൊണ്ട് ഒരൊറ്റ ഒരുത്തൻ പോലും മാനസാന്തരപ്പെടില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന, ഈ വചനകൂടാരത്തിൽ വന്നിരിക്കുന്ന സകല മനുഷ്യരോടും, അത് സകല വൈദികരോടും, കാരണം ഞങ്ങളെല്ലാവരും സുവിശേഷകരാണ്, എന്നിൽ അഭിമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഭവനങ്ങളും വൈദികന്റെ ഭവനവും അൽമായക്കാരന്റെ ഭവനവും യേശു പിന്നെയും സന്ദർശിക്കുന്ന വീടുകളായാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവൂ. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മോട് ശക്തമായി പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശു വീണ്ടും കബർന്നഹൂമിലെ ഭവനത്തിൽ ചെന്നു. യേശു സന്ദർശിക്കുന്ന ഭവനം എന്ന് പറയുന്നത്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവം സന്ദർശിക്കുന്ന ഭവനം എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥയാണല്ലോ, അല്ലേ? അതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിൽ യേശു സന്ദർശിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ദൈവം നമ്മുടെ ഭവനം സന്ദർശിക്കും? ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ്. മമ്രയുടെ തോപ്പിൽ അബ്രാമും കുടുംബവും താമസിക്കുന്ന സമയം, നട്ടുച്ച നേരം
അബ്രാം ജോലിയൊക്കെ കഴിഞ്ഞ്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൈയും കാലും ഒക്കെ കഴുകി മുഖമൊക്കെ കഴുകി അദ്ദേഹത്തിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയാണ്. വേദഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം. ആ വീട്ടിൽ രണ്ട് പേരേ ഉള്ളൂ. അബ്രാമും സാറായിയും മാത്രമേ ഉള്ളൂ. മക്കളില്ല, മറ്റ് പ്രിയപ്പെട്ടവരില്ല. ലോത്ത് കൂടെ ആ പ്രദേശത്ത് കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇല്ല, ഉണ്ടോ? ഇല്ല. 13-ാം അധ്യായം ആയപ്പോൾ തന്നെ നമുക്ക് കാണാം ലോത്ത് അബ്രാമിനോട് ഗുഡ് ബൈ പറഞ്ഞു പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല. നട്ടുച്ച നേരമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ തുമ്പോണ്ടുകാരനാണ്. എൻ്റെ വീട് തുമ്പോണ്ടാണ്. ഈ ഭദ്രാസനത്തിലെ അംഗവുമാണ്. നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് നമ്മുടെയൊക്കെ വീടുകളുടെ പ്രത്യേകത, നമ്മുടെ പിതാക്കന്മാര് രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചേച്ച് പറമ്പിലൊക്കെ ഇറങ്ങി പണി ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് വന്ന് കിണറ്റുകരയിൽ കൈയും കാലും ഒക്കെ കഴുകി വന്ന് വീട്ടുമുറ്റത്തിരിക്കുന്ന ഒരു രംഗം ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് വീട്ടിൽ അമ്മയൊക്കെ ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. ഈ രണ്ട് പേര് മാത്രമുള്ള ഈ വീട്ടിൽ നട്ടുച്ച നേരത്ത് തൻ്റെ കൂടാരത്തിന് മുമ്പിൽ ഇരിക്കുന്ന അബ്രാം വഴിയിലോട്ട് നോക്കിയപ്പോൾ, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഭയങ്കരമാണ്. അവൻ തല പൊക്കി നോക്കിയപ്പോൾ, ഒരു കാര്യമില്ലായിരുന്നു ഈ പുള്ളിക്ക്, മര്യാദയ്ക്ക് അവിടെ കാണും ഇരിക്കേണ്ട മനുഷ്യൻ തല പൊക്കി നോക്കിയപ്പോൾ വഴി കൂടെ 3 മനുഷ്യർ പോകുന്നത് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം അതിമനോഹരമാണ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അവരുടെ അടുത്ത് ചെന്നു, നിലം വരെ കുനിഞ്ഞു. അവരോട് പറയുകയാണ്, എന്നെ കടന്നു പോകരുത്. ആരാണെന്നറിയാതെ വഴിയെ പോയ 3 വഴിപോക്കരെ നട്ടുച്ച നേരത്ത് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ വീട്ടിലാണ് നടക്കുന്ന കാര്യമാണോ? അച്ചായനും അമ്മാമ്മയും മാത്രമുള്ള വീട്ടിൽ നട്ടുച്ച നേരത്ത് വഴിയെ കൂടെ പോയ 3 വയ്യാവേലിയെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ട് വന്നാൽ ആ വീട്ടിലെ അവസ്ഥ എന്തോ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത്തിരി ദൂരെ ഇരിക്കുന്നുണ്ട്, എനിക്ക് അവിടെ കാണും നിന്നായിരുന്നു നിങ്ങളോട് അന്ന് വന്ന് ചോദിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല സ്ത്രീകളാണെ പോലും ഏറ്റവും കുറഞ്ഞത്, ഞാൻ പറയും കുറഞ്ഞ പക്ഷം ഒരു കാപ്പിപ്പാത്രമേലും എടുത്ത് ഒരെങ്കിലും ഒരച്ചേനെ. കാരണം ഈ നട്ടുച്ച നേരത്തെ ഇതിയാൻ പോയി വഴിയിൽ കൂടെ പോയ 3 എണ്ണത്തിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അത് പറയാണ്, ഒരു മുറി അപ്പം തിന്നേച്ച് പോകാം. എന്തോ ഒരു സൗമ്യതയാണ്. ഒരു മുറി അപ്പം തിന്നേച്ച് പോകാം. ഒരു മുറി അപ്പം തിന്നേച്ച് പോകാമെന്ന് പറഞ്ഞേച്ച് ഭാര്യയെ വിളിച്ച് പറയാണ്, ഇടി 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴക്കടി. എത്ര? 3 ഇടങ്ങഴി ഉച്ചയ്ക്ക്. നല്ല കോളായി. നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം അതിമനോഹരമാണ്. ഇത് ദൈവമാണെന്നോ ദൈവദൂതന്മാരാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അബ്രഹാം പോയി അവരെ സ്വീകരിച്ചുകൊണ്ട് വന്നത്. ഉച്ച നേരമാണ്, വഴിപോക്കരാണ്, കടയും സംവിധാനങ്ങളും ഹോട്ടലും ഒന്നും ഇല്ലാത്ത കാലമാണ്. തൻ്റെ വീട്ടുപടിക്ക് കൂടെ നട്ടുച്ച നേരത്ത് പോയ 3 മനുഷ്യരെ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന മനുഷ്യൻ. അവരെ കാര്യമായി സൽക്കരിച്ചു. ഞാൻ ആ വേദഭാഗം അല്ല പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ 3 പേരും ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ മടങ്ങിപ്പോകാൻ നേരത്ത് അവരിൽ ഒരാൾ ഒരു വാചകം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ വീണ്ടും വരും, ഞാൻ പിന്നെയും വരും. ഞാൻ പിന്നെയും നിന്റെ വീട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ 25 വർഷമായി നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വരെ സാധിക്കാതെ പോയ നിന്റെ ഒരാഗ്രഹമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി 75-ാമത്തെ വയസ്സ് മുതൽ കരഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ചെന്നിടത്തെല്ലാം ദൈവത്തിന് യാഗപീഠമാണ്, ദൈവത്തെ ആരാധിച്ച മനുഷ്യനാണ്. എന്നാൽ കഴിഞ്ഞ 25 വർഷം അവൻ ആരാധിച്ചിട്ടും യാഗപീഠം പണിതിട്ടും ദൈവം പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടും കിട്ടാതെ പോയ നന്മ ഒരൊറ്റ ദിവസത്തെ അവന്റെ പെരുമാറ്റം കൊണ്ട് അവന് കൊടുക്കാൻ പോവുകയാണ്. അവനോട് പറയുന്നു, ഞാൻ അടുത്ത വർഷം വീണ്ടും മടങ്ങി വരും. അടുത്ത വർഷം ഞാൻ വീണ്ടും മടങ്ങി വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. നീ ഇത്ര കാലം ആഗ്രഹിച്ച് കാത്തിരുന്ന വാഗ്ദത്ത സന്തതിയെ നിന്റെ വീട്ടിലേക്ക് അയക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വഴിയെ പോയവരെ ദൈവദൂതന്മാരാണ് എന്ന് പോലും അറിയാതെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് സൽക്കരിച്ച് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് വിട്ട മനുഷ്യന്റെ ഭവനം ദൈവം വീണ്ടും സന്ദർശിക്കുന്ന ഭവനമാണ്. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ വീണ്ടും ദൈവം വിരുന്ന് വന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം വീട്ടുപടിക്ക് കൂടെ പോയി ഒരിക്കലെങ്കിലും അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? സന്നദ്ധ സുവിശേഷകരെ,
നാട് മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ നടക്കുന്നവരെ, ലോകരെ മുഴുവൻ സുവിശേഷകരാക്കാൻ നടക്കുന്നവരെ, ഈ ചോദ്യം നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. നിന്റെ വീട്ടിൽ യേശു സന്ദർശിച്ചിട്ടുണ്ടോ? യേശു പിന്നെയും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇനി രണ്ടാമതൊരു വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ സംഭവമാണ്. കാനായിലെ കല്യാണം നടന്ന വീടാണ്. ആ വീടിന്റെ പ്രത്യേകത അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ അധ്യായം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയാണ്: അവർ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വീട് ക്ഷണിച്ച് നേരത്തെ അറിയിച്ച് വന്നതല്ല, വഴിയെ പോയവരെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അവൻ എന്ത് ചെയ്യും, എങ്ങനെ അവരെ സ്വീകരിക്കുമെന്ന് അറിയാനായിരിക്കാം ദൈവവും ദൂതന്മാരും ആ വഴിവക്കിൽ വന്ന് നിന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഈ സംഭവം നോക്കൂ, അവർ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ്, യേശു കർത്താവ്, ദൈവം നമ്മുടെ വീട് സന്ദർശിക്കണമെങ്കിൽ നമ്മൾ അവനെ ക്ഷണിക്കാൻ സന്മനസ് കാണിക്കണം. എപ്പോൾ ക്ഷണിക്കാൻ? നമ്മളൊക്കെ ക്ഷണിക്കും. അതെന്താണെന്ന് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ പറയാം. നമ്മളൊക്കെ ദൈവത്തെ ക്ഷണിക്കുന്നവരാണ് വീട്ടിലേക്ക്. എപ്പോഴാണെന്നറിയാമോ? രോഗം വരുമ്പോൾ, അച്ചായൻ ICU കയറുമ്പോൾ, അമ്മാമ്മയ്ക്ക് ഓപ്പറേഷൻ വരുമ്പോൾ ഭയങ്കര ക്ഷണമാണ്. എന്നാൽ നിന്റെ സന്തോഷത്തിൽ നീ ദൈവത്തെ ക്ഷണിച്ചിട്ടുണ്ടോ? കാനാവിലെ കല്യാണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം കല്യാണ സദ്യ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മഹത്തരമായ ഒരു സെലിബ്രേഷനാണ്. നമ്മളെ പോലെ ഒന്നുമല്ല. യഹൂദന്റെ വിവാഹ വിരുന്ന് എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ അഭിമാന വിഷയമാണ്. അവൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്ന അവസരമാണ്. ആ വേദഭാഗം ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിന്റെ നടുവിൽ അവൻ യേശുവിനെ ക്ഷണിച്ചിരുന്നു. വേറെ ഒരിടത്ത് പോലും യേശുവിനെ ക്ഷണിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സന്നദ്ധ സുവിശേഷകരെ, നിന്റെ വീട്ടിൽ നീ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? നിന്റെ സന്തോഷങ്ങളിൽ നീ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? ഈ കാനായിലെ കല്യാണത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞാൻ പറയുന്നൊരു വാചകമുണ്ട്: നിന്റെ സന്തോഷത്തിൽ നീ ദൈവത്തെ ക്ഷണിച്ചാൽ നിന്റെ സങ്കടങ്ങളിൽ അവൻ നിന്റെ ഒപ്പം ഉണ്ടാവും. കാനാവിലെ കല്യാണം നമ്മളോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോ ഒരു കല്യാണ വിരുന്ന്, യഹൂദന്റെ കല്യാണ വിരുന്നിൽ ഒരു ഇനം, അതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം, വീഞ്ഞ് തീർന്നു പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാണക്കേടിന്റെ, ആക്ഷേപത്തിന്റെ അവസരമാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലെത്തുന്ന അവസരമാണ്. എന്നാൽ അവൻ യേശുവിനെ അവന്റെ സന്തോഷത്തിൽ ക്ഷണിച്ചിരുന്നത് കൊണ്ട് അവന്റെ പ്രതിസന്ധിയുടെ നടുവിൽ യേശു അവനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സങ്കടങ്ങൾ കടന്ന് വിളിയാണ്. ജീവിതാനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. 37 വർഷത്തെ പട്ടത്തെ ശുശ്രൂഷയും 3 വർഷത്തെ പഠനവും കൂടെ ചേർത്ത് പറഞ്ഞാൽ എത്രയോ ജീവിതാനുഭവങ്ങളുണ്ട്. ഞാനൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. പെട്ടെന്ന് പാതിരാത്രിക്ക് എനിക്കൊരു ടെലിഫോൺ. ഞാൻ ഫോൺ എടുത്തു. ഹലോ എന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പുറത്ത് കൂട്ട നിലവിളിയാണ്. അച്ഛാ ഓടി വരണം, ഓടി വരണം. എന്തു പറ്റി? അച്ചായന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്ന ആശുപത്രിയിലാണ്, അച്ഛൻ ഓടി വരണേ. രാത്രി 1 മണിയായി. അച്ഛൻ ഓടി വരണം, കാരണം ഇപ്പം ഡോക്ടർ പറഞ്ഞു ആരെയും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാൻ. ഞാൻ പരക്കം പാഞ്ഞ് പാതിരാത്രിക്ക് 1 മണിക്ക് ഓടി ആശുപത്രി ചെന്നപ്പോ ICUവിന്റെ മുമ്പിലൊക്കെ ആളുകൾ നിൽക്കുകയാണ് കാത്ത്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ഞാൻ എന്തു പറ്റി, എവിടെയായിരുന്നു? അച്ഛാ, അടുത്ത വാചകം ശരിക്കും കേട്ടോണേ. അച്ഛാ, ഞങ്ങളുടെ 50-ാം വിവാഹ വാർഷികമായിരുന്നേ. മക്കള് 2 ആഴ്ച മുമ്പ് വന്നായിരുന്നു. മക്കളെല്ലാം വിദേശത്താണ്. എല്ലാവരും വന്നു മമ്മിയുടെയും ഡാഡിയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ. ഞങ്ങള് ഇന്ന റിസോർട്ടിലായിരുന്നു അച്ഛാ. ഒരാഴ്ചയായിട്ട് ആ റിസോർട്ടിൽ താമസിക്കുമായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ ഉറങ്ങിയപ്പോൾ അപ്പച്ചന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. വിദേശത്തായിരുന്ന മക്കളെല്ലാം ആഴ്ചകൾക്ക് മുമ്പേ നാട്ടിൽ വന്നു. അപ്പൻ്റെ അമ്മയുടെ 50-ാം വിവാഹ വാർഷികം അടിച്ചു പൊളിക്കുകയാണ് റിസോർട്ടിൽ. അവിടെ അച്ഛൻ വേണ്ട, കപ്പ്യാരും വേണ്ട. നിന്റെ 50-ാം വിവാഹ വാർഷികത്തിന് നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ അച്ഛൻ വേണ്ട.
നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ രാത്രി 1 മണിക്ക് അച്ഛൻ പോയി ICUവിന് മുമ്പിൽ നോക്കി നിൽക്കണം. മാർത്തോമക്കാരെ, എൻ്റെ 40 വർഷത്തെ അനുഭവത്തിൽ, എൻ്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന വന്യ വൈദികരുടെ എല്ലാം ജീവിതാനുഭവങ്ങളിൽ പറയാനുള്ള കാര്യം, നിന്റെ സന്തോഷത്തിൽ നിനക്ക് ദൈവവും വേണ്ട, ദൈവമക്കളും വേണ്ട. എന്നാൽ നിന്റെ സങ്കടം വരുമ്പോൾ നിന്റെ കൂടെ കാണുന്ന നിലവിളിയാണ്, തറപ്പിച്ച് പറയാണ്. നിന്റെ സന്തോഷത്തിൽ നീ ദൈവത്തെയും ദൈവമക്കളെയും മാനിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിന്റെ സങ്കടങ്ങളിൽ അവൻ നിന്നോടൊപ്പം ഉണ്ടാവില്ല. ഇത് വെറുതെ വിളിച്ചു പറയുന്നതല്ല. ജീവിതാനുഭവം കൊണ്ടും സങ്കടം കൊണ്ടും ഈ ഒരു പുരുഷായുസ് മുഴുവൻ, പഴയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 40 എന്ന് പറയുന്നത് ഒരായുഷ്കാലമാണ്, ഒരു മനുഷ്യന്റെ ആയുസ്സാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ എവിടെ 40 എന്ന സംഖ്യ കാണുന്നോ ഒരായുസിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരായുസ് മുഴുവൻ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്ത ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഈ രാവിലെ വിളിച്ചു പറയാണ്, നിന്റെ സന്തോഷങ്ങളിൽ നീ ദൈവത്തെ ക്ഷണിച്ചാൽ നിന്റെ സങ്കടങ്ങളിൽ അവൻ നിന്നോടൊപ്പം ഉണ്ടാവും. നിന്റെ വീട് യേശു പിന്നെയും സന്ദർശിക്കുന്ന വീടാണോ? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമുണ്ട്. അത് ശൂനേമിലേക്ക് എലിയാവ് എന്ന പ്രവാചകൻ പോകുന്ന രംഗമാണ്. അവിടെ അദ്ദേഹം പോകുമ്പോൾ ധനികയായ ഒരു സ്ത്രീ, എലിശ പ്രവാചകൻ, എലിയാവല്ല എലിശ, ധനികയായ ഒരു സ്ത്രീ തൻ്റെ മട്ടുപ്പാവിൽ ഇരുന്ന് നോക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ അതിനെ നടന്നു പോകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാചകം മനോഹരമാണ്. 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. വലിയ പണക്കാരിയായ ഒരു സ്ത്രീയാണ്. ഒരു മനുഷ്യൻ വഴിയേ പോകുന്നത് കണ്ടപ്പോൾ, ഒരു സുവിശേഷകനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഇറങ്ങിച്ചെന്ന് ആ മനുഷ്യനോട് എന്താണ് പറഞ്ഞത്? ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. അടുത്ത വാചകം ശ്രദ്ധേയമാണ്. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അതായത് ഞാൻ പറയുന്ന ഇന്നത്തെ എൻ്റെ വാക്ക് എടുത്ത് പറഞ്ഞാൽ, എലിശ പിന്നെയും ആ ശൂനേമിലെ ഭവനത്തിൽ പോയി. എന്തുകൊണ്ട്? അവൻ ചെന്നപ്പോൾ അവൻ ആ വീട്ടിൽ ലഭിച്ച സ്വീകരണം അത്തരത്തിലുള്ള സ്വീകരണമായിരുന്നു. അതുകൊണ്ട് അവന് പിന്നെയും അവിടെ പോകാൻ തോന്നി. യേശു നിന്റെ വീട്ടിൽ പിന്നെയും വരുമോ? അവളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. എലീശ ഗേഹസയെ വിട്ട് ചോദിപ്പിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാജാവിനോടോ ആരോടെങ്കിലും എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉടനെ ശൂനംകാരത്തി പറയുന്ന മറുപടി ഉണ്ട്, എനിക്ക് ഒരാവശ്യമില്ല, എനിക്കെല്ലാം ഉണ്ട്. അവൾ ഒന്നും ആവശ്യത്തിന് വേണ്ടിയല്ല, കാര്യം സാധിക്കാൻ വേണ്ടിയല്ല എലീശായെ വിട്ട് വിളിച്ചു കയറ്റിയതാണ്. നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി വിളിക്കുന്ന പാർട്ടികളാണ്, അല്ലേ? ശൂനംകാരത്തി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, എനിക്കൊന്നും ആവശ്യമില്ല, എനിക്കെല്ലാം ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഭക്തി പോലും കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിന്റെ ഭാഗമാണ്. എന്നാൽ എലീശ ആ വീട്ടിലെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയിട്ട്, ഗേഹസി ആ വീട്ടിലെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയിട്ട് എലീശയോട് പറയുന്നുണ്ട്, അവർക്കൊരു ദുഃഖമുണ്ട് കേട്ടോ, അവർക്ക് സന്തതി ഇല്ല എന്ന് പറയുന്ന ദുഃഖം. പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തിൽ ആ ദൈവദാസന് ലഭിച്ച സ്വീകരണത്തിന്റെ ഫലമായി ദൈവം തമ്പുരാൻ അവർക്ക് സന്താന ഭാഗ്യം നൽകുകയാണ്. മാത്രമല്ല, നമ്മളെ പിന്നീട് ചരിത്രം വായിച്ചു നോക്കിയാൽ ആ വീട്ടിലുണ്ടായ മഹാത്ഭുതം ലോകത്തിൽ ഒരു വീട്ടിലും സംഭവിക്കാത്ത അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ട് ദൈവം സന്ദർശിക്കുന്ന ഭവനമാണോ? യേശു പിന്നെയും കപർന്നഹൂമിലെ ഭവനത്തിൽ ചെന്നു. വാക്യം 2, അവൻ വീട്ടിലുണ്ട് എന്ന് ശ്രുതിയായി എന്നാണ്. മനോഹരമായ ഒരു പ്രയോഗമാണ്. കപർന്നഹൂമിലെ ഭവനത്തിന്റെ പ്രത്യേകത, ഒരു സന്നദ്ധ സുവിശേഷകന്റെ ഭവനത്തിന്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ, നിന്റെ വീട്ടിൽ യേശു ഉണ്ട് എന്ന ശ്രുതി ഉണ്ടാവണം. നിന്റെ വീട്ടിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞ് മെമന്റോ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ദാ നോക്ക് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ പ്രഭാതത്തിൽ, നിന്റെ വീട്ടിൽ യേശു ഉണ്ട് എന്ന ശ്രുതി ഉണ്ടാവണം. ഒരു സന്നദ്ധ സുവിശേഷകൻ, ആ വാക്കിന് വലിയ പ്രസക്തി ഉണ്ടല്ലോ അല്ലേ? ആരും ആവശ്യപ്പെട്ടില്ലല്ലോ നമ്മൾ സുവിശേഷത്തിലേക്ക് ഇറങ്ങി, നമ്മൾ സന്നദ്ധരായി ഇറങ്ങിയവരാണ്, വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് ആണ്.
ദീർഘകാലങ്ങളായി എൻ്റെ യുവജന സഖ്യകാലം മുതൽ എനിക്ക് അടുത്ത് പരിചയമുള്ള, ബന്ധമുള്ള, സ്നേഹമുള്ള ഇട്ടിസാറൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്നദ്ധ സുവിശേഷകരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നാട് മുഴുവൻ നടന്ന് സുവിശേഷം വിളിച്ചു പറയുകയും ഓണവാരവേല നടത്തുകയും നാട്ടിലൂടെ നടന്ന് സുവിശേഷം പറയുകയും ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് നിന്റെ വീട്ടിൽ യേശുവുണ്ട് എന്ന ശ്രുതി ഉണ്ടാവണം. കപർന്നഹൂമിലെ ഭവനത്തിന്റെ പ്രത്യേകത, ആ വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. മർക്കോസ് 2:1 വായിച്ചത്. യേശു ഉള്ള ഭവനത്തിൽ നിന്ന് പരക്കുന്ന വാർത്ത ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മോട് പറയുകയാണ്, നിന്റെ വീട്ടിൽ യേശു ഉണ്ട് എന്ന ശ്രുതി ഉണ്ടാവണം. അതാണ് നിന്റെ വീടിന്റെ അന്തസ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഭവനങ്ങളെ കുറിച്ചുള്ള ശ്രുതികൾ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഭവനങ്ങളെ കുറിച്ചുള്ള ശ്രുതികൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ നമ്മുടെ വീടിന്റെ വലിപ്പമായിരിക്കാം നമ്മുടെ ശ്രുതി, അല്ലേ? ഞങ്ങളുടെ തുമ്പോണ ഗ്രാമത്തിലൊക്കെ വന്ന് ആരെങ്കിലും വീട് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരുപാട് 2 നില വീടുണ്ടല്ലോ, ഏതാ നമ്മുടെ ഒരു സ്റ്റൈലാണ്. നമ്മുടെ വീടിന്റെ ശ്രുതി എന്താണ്? നമ്മുടെ വീടിന്റെ വലിപ്പം, 2 നില വീട്, അതാണ്. ഒരുപക്ഷെ നിന്റെ സമ്പാദ്യങ്ങളെ കുറിച്ചായിരിക്കാം നിന്റെ വീടിനെ കുറിച്ച് അറിയുന്നത്. എവിടെയെങ്കിലും പോയി അറിയാത്ത വഴി ചോദിച്ചാൽ ചിലപ്പോൾ ബെൻസ് ഉള്ള വീട് ഏതാ, മനസ്സിലായോ? ബെൻസ് കാറുള്ള വീട്, നിന്റെ വീടിന്റെ ശ്രുതി അതാണ്, നിന്റെ സമ്പാദ്യത്തിന്റെ പേരിലാണ്. ഒരുപക്ഷെ നിന്റെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേര് കൊണ്ടായിരിക്കാം നിന്റെ വീട്ടിന് ശ്രുതി ഉണ്ടാവുന്നത്. അങ്ങനെ അറിയത്തില്ലേ? നമ്മൾ ഭവന സദസ്സൊക്കെ ചെല്ലുമ്പോൾ അച്ഛന്മാരോട് കൂടെ വരുന്ന കപ്പ്യാർ പറയുന്ന ചില ശ്രുതികളുണ്ട്. ഈ വീട്ടിലെ മക്കളെല്ലാം അമേരിക്കയിലാണ് കേട്ടോ, മക്കളെല്ലാം അമേരിക്കയിലുള്ള വീട്, ഇതായിരിക്കാം നിന്റെ വീടിന്റെ ശ്രുതി. അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പട്ടിയുള്ള വീട്, ഇതൊക്കെ ആയിരിക്കും ശ്രുതികൾ. പക്ഷെ അതിൽ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പട്ടികൾ ഉള്ള വീട് എന്ന് പറയുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ വിചാരം. അപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ ശ്രുതി ഇങ്ങനെയൊക്കെയാണ്. വീടിന്റെ വലിപ്പം, വീട്ടിലുള്ള സമ്പാദ്യങ്ങൾ, വീട്ടിലുള്ള ആളുകൾ, വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ്, ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ വീട്ടിന്റെ ശ്രുതി. എന്നാൽ ഈ പ്രഭാതത്തിൽ അതിശക്തമായി ഇന്ന് ഈ പന്തലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയാണ്, നിന്റെ വീടിന്റെ അന്തസ് എന്ന് പറയുന്നത് നിന്റെ വീട്ടിൽ യേശുവുണ്ട് എന്ന ശ്രുതി നാട് മുഴുവൻ പരക്കുന്നതാണ്. സന്നദ്ധ സുവിശേഷകരെ, എന്താ നമ്മുടെ വീടിന്റെ പ്രത്യേകത? നമ്മുടെ വീടിനെ കുറിച്ചുള്ള ശ്രുതി എങ്ങനെ നാട്ടുകാരറിയും? അതിന് പൗലോസ് അപ്പോസ്തലൻ മനോഹരമായ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. പത്രോസ് ശ്ലീഹ നമ്മളെ വിളിക്കുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ പത്രം എന്നാണ്. ക്രിസ്തുവിന്റെ പത്രം എന്നാണ്. പത്രത്തിലൂടെയാണല്ലോ നാട്ടുകാർ വാർത്തകൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് ഒരു പത്രസ്ഥാപനമാണ്. പല പത്രങ്ങൾ അവിടെ അടിക്കുന്നുണ്ട്. അപ്പം പത്രം, അമ്മപത്രം, മോൻ പത്രം, മരുമക്കളെ പത്രം, പിന്നെ കൊച്ചുമക്കളെ പത്രം, കുറേ പത്രങ്ങൾ അടിക്കുന്നുണ്ട്. ഈ പത്രങ്ങളാണ് നാട്ടുകാർ മുഴുവൻ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പത്രസ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തെ നാട്ടുകാർ വായിച്ചാൽ നിന്റെ വീടിന്റെ ശ്രുതി എന്താവും? യേശുവുള്ള വീടാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ജീവിതത്തിലെ ഒരു സൗഭാഗ്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കപർന്നഹൂമിലെ ഭവനത്തിൽ യേശുവുണ്ട് എന്ന ശ്രുതി വന്നതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അടുത്ത വാചകം. ഉടനെ വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. യേശുവുണ്ട് എന്ന ശ്രുതി കേട്ടപ്പോൾ ആ വീട് നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വായിച്ചല്ലോ, വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. എന്തിന്? അടുത്തൊരു വാചകം കൂടെ, അതുകൂടെ വായിച്ചിട്ട് ആ വാക്യം അവസാനിപ്പിക്കാവൂ. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. സന്നദ്ധ സുവിശേഷകരെ, എനിക്ക് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയാനുള്ളത്, കപർന്നഹൂമിലെ ഭവനത്തിൽ ധാരാളം ആളുകളെത്തി. എന്തിനാണ് അവർ വന്നത്? അവർ കൂടി വന്നത് ദൈവവചനം കേൾക്കാനാണ്. നിന്റെ വീട്ടിൽ ആളുകൾ വന്നുകൂടണം. എന്തിനാ നമ്മുടെ വീട്ടിൽ ആളുകൾ വരുന്നത്? വരാറുണ്ടല്ലോ അല്ലേ? എന്തിനാ വീട്ടിൽ ആളുകൾ വരുന്നത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ ഇടവുകളിൽ, സിറ്റി പാരിഷസിലും ഗ്രാമപ്രദേശങ്ങളിലെ പാരിഷസിലും, വലിയ വലിയ പള്ളികളിലും, 3 അച്ഛന്മാരുള്ള പള്ളിയിലും, ഞാൻ മാത്രമുള്ള പള്ളികളിലും ഒക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്.
ഈ ശുശ്രൂഷാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെയൊക്കെ ഇടവകളിൽ പല ഇടവകളിലും ചെറിയ 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 ഗ്രൂപ്പുകളുണ്ട്. നല്ലതാണ്. ചെറിയ ചെറിയ സംഘങ്ങൾ, അവരവരുടെ ടേസ്റ്റിന് യോജിക്കുന്ന ആളുകളോട് കൂട്ടായ്മയുള്ളത് നല്ലതാണ്. അങ്ങനെയുള്ള കൂടിവരവുകൾ എല്ലാ ഇടവകളിലും ഉണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. കാരണം 1000 വീട്ടുകാരുള്ള ഒരു പള്ളിയിൽ 1000 വീട്ടുകാർക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ചേരുന്ന, നമ്മുടെ സ്വഭാവത്തിന് ചേരുന്ന ആളുകളോടൊക്കെ കൂട്ടായ്മ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ചില സംഘങ്ങളൊക്കെ ചിലയിടത്ത് കൂടുന്നത് പള്ളിക്കും പട്ടക്കാർക്കും എതിരെ ഗൂഢാലോചന നടത്താൻ വേണ്ടിയാണ്. ചില സംഘങ്ങൾ കൂടുന്നത് പരദൂഷണം പറയാനാണ്. ചില സംഘങ്ങൾ കൂടുന്നത് ചീട്ട് കളിക്കാനാണ്. ചില സംഘങ്ങൾ കൂടുന്നത് കള്ളു കുടിക്കാനാണ്. നിന്റെ വീട്ടിൽ ആളുകൾ വരാറുണ്ടല്ലോ, എന്തിന്? സന്നദ്ധ സുവിശേഷകരെ, നമ്മുടെ വീടുകളിൽ ആളുകൾ വരണം, സ്നേഹിതർ വരണം, അയൽക്കാർ വരണം. ഫോർ വാട്ട്? പരദൂഷണം പറയാനാണോ? പള്ളിയുടെ ജനറൽ ബോഡി വീട്ടിൽ വെച്ച് നടത്താനാണോ? മദ്യപിക്കാനാണോ? പുകവലിക്കാനാണോ? നിന്റെ വീട്ടിൽ ആള് വരേണ്ടത് ദൈവവചനം കേൾക്കാനാണ്, ദൈവവചനം ധ്യാനിക്കാനാണ്. അങ്ങനെയുള്ള വീടുകളാണ് അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ. ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഭവനങ്ങളിൽ ആളുകൾ കൂടിയേക്കാം, പക്ഷേ ആ വീട്ടിൽ യേശു പിന്നെയും വരില്ല. യേശു പിന്നെയും വരേണ്ട അവസരങ്ങൾ ഇതൊക്കെയാണ്. ഉടനെ വാതിൽക്കൽ പോലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം ആളുകൾ വന്നു കൂടണം. ഒരു കാലത്ത് ഈ ഭദ്രാസനത്തിലെ സകല വീടുകളും, ഈ ഭദ്രാസനത്തിന്റെ ഭാഗമായ തുമ്പമൺ സെന്ററിലെ സകല വീടുകളും, വലിയ പാരമ്പര്യമുള്ള ഒരു മാർത്താമ സമൂഹം താമസിക്കുന്ന സ്ഥലമാണല്ലോ തുമ്പമൺ. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഞങ്ങളുടെയൊക്കെ നാടിന്റെ പ്രത്യേകത, ഒരു കാർഷിക വിളയെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളായിരുന്നു. തുമ്പമണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, തുമ്പമൺ പ്രദേശത്ത് തുമ്പമൺ ബഥേൽ പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ദൈവവചനം ഇടമുറിയാതെ ഘോഷിക്കപ്പെട്ട സ്ഥലമാണ്. അത് അന്നത്തെ കാലത്തെ അതിപ്രഗത്ഭന്മാരായ കൊച്ചുകുഞ്ഞുപദേശിമാരും കുട്ടപ്പൻ ഉപദേശിയും ഒക്കെ വന്നിരുന്ന് ദൈവവചനം വിളിച്ചു പറഞ്ഞ പള്ളിമുറ്റമാണ് തുമ്പമൺ ബഥേൽ പള്ളിയുടെ പള്ളിമുറ്റം. എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഒരൊറ്റ യോഗം മുടങ്ങാതെ ഞാൻ പോയി കേട്ടിട്ടുള്ള വചന കൂടാരമാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. കുഞ്ഞപ്പി ഉപദേശിയൊക്കെ കാലും വയ്യാതെ മേശപ്പുറത്ത് കയറിയിരുന്ന് ദൈവവചനം വിളിച്ചു പറയുന്നത് എൻ്റെ കുഞ്ഞുനാൾ കേട്ട് രോമാഞ്ചം കൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞങ്ങളുടെ തുമ്പമണ്ണിലെ സകല വീടുകളിലും ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ നാട്ടിൽ നിന്ന് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, കാണും, എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രത്യേകത. ഞാൻ മറ്റുള്ളത് ഇല്ലെന്നൊന്നും പറയുന്നത്, ഞാൻ എൻ്റെ നാടിൻ്റെ അഭിമാനം മാത്രം പറയണം. എൻ്റെ വീടുൾപ്പെടെ ധാരാളം കൂട്ടായ്മകൾ നടന്ന വീടുകളാണ്. എത്രയോ കൂട്ടായ്മകൾ, സേവികാ സംഘത്തിലെ കൂട്ടായ്മകൾ, ഇടവക മിഷന്റെ കൂട്ടായ്മകൾ, ഞങ്ങളുടെ നാട്ടിൽ പുരുഷന്മാരുടെ വായനാ കൂട്ടായ്മകൾ, അങ്ങനെ എന്തെല്ലാം കൂട്ടായ്മകൾ ഞങ്ങളുടെ വീട്ടിൽ നടന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ, എൻ്റെ കുഞ്ഞുനാൾ മുഴുവൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആളുകൾ വന്നുകൂടുകയും ദൈവദാസന്മാര് ദൈവവചനം പറയുന്നതും കേട്ട് വളർന്ന ആളാണ് ഞാൻ. ദൈവവചനം വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടവും ചില ധൈര്യവും ചില ഓർമ്മകളും ഒക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ വീട്ടിൽ നടന്ന കൂട്ടായ്മകളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ ഭവനത്തിലെ വീട്ടിലെ കൂട്ടായ്മകൾ കഴിഞ്ഞ് ആളുകൾ പോയി കഴിയുമ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. അത് കാപ്പിപ്പൊടിയുടെ മണമാണ്, അല്ലെങ്കിൽ എണ്ണപ്പലഹാരത്തിന്റെ മണമാണ്. എന്തൊരു സന്തോഷമുള്ള അവസ്ഥയായിരുന്നു. ഒരു കൂട്ടായ്മ കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ മനുഷ്യൻ വന്ന് കാപ്പി കുടിച്ചേച്ച് പോയതിന്റെ ഒരു ഗന്ധം, എണ്ണപ്പലഹാരം ഉണ്ടാക്കി കൊടുത്തതിന്റെ ഗന്ധം. ഇന്ന് നിന്റെ വീട്ടിൽ ആളുകൾ വന്നു പോകുമ്പോൾ പുകവലിയുടെ മണമാണോ? ആളുകൾ വന്നുകൂടുമ്പോൾ മദ്യത്തിന്റെ ഗന്ധമാണോ നിന്റെ വീട്ടിലുള്ളത് എന്ന് ആത്മശോധന ചെയ്യണം. ഈ പ്രഭാതത്തിൽ ദൈവമക്കൾക്ക് കാപ്പി കൊടുത്തതിൻ്റെയും എണ്ണപ്പലഹാരം ഉണ്ടാക്കി കൊടുത്തതിൻ്റെയും അനുഗ്രഹം പ്രാപിച്ച മാതാപിതാക്കളുടെ സന്തതികളെ, അതിന്റെ ബോണസ് അനുഭവിക്കുന്നവനെ, നിന്റെ വീട് ഇന്ന് നീ കൂട്ടായ്മയ്ക്ക് തുറന്നു കൊടുക്കാറുണ്ടോ? നിന്റെ വീട്ടിൽ ആളുകൾ വരാറുണ്ടോ ദൈവവചനം കേൾക്കാൻ? തിരുമേനി വളരെ ധൈര്യത്തോടെ ആത്മഭാരത്തോടെ വിളിച്ചു പറഞ്ഞല്ലോ, ഈ പുതിയ വർഷം നമ്മുടെ സകല വീടുകളിലും പ്രാർത്ഥനകൾ ഉയരുന്ന വീടുകളായിരിക്കണം. ഞാൻ ചേർത്ത് പറയട്ടെ, ഈ വർഷം നിന്റെ സകല വീടും കൂട്ടായ്മയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. അവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടണം. ആളുകൾ വന്ന് ദൈവവചനം കേൾക്കണം. നിന്റെ വീട്ടിൽ വെറുതെ കൂട്ടായ്മ കൂടി പാർട്ടി നടത്തി അടിച്ചു പൊളിച്ച് നടന്നാൽ പോരെ. അത് വാട്സാപ്പിലും
ഫേസ്ബുക്കിലും എടുത്ത് ഗമയടിച്ച് നടന്നാൽ പോരാ. ദൈവവചനം നിന്റെ വീടുകളിൽ നിന്ന് ഉയരണം. ആ വീടിന്റെ പ്രത്യേകത അവിടെ ദൈവവചനം പറഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ പറയട്ടെ, ഇനി ചില വീടുകളിൽ ചെന്ന് കയറിയാൽ സഹിക്കാനാവാത്ത പുകവലിയുടെ മണമാണ്. ചില വീടുകളിൽ ചെന്ന് കയറിയാൽ സഹിക്കാനാവാത്ത മദ്യത്തിന്റെ ഗന്ധമാണ്. കൂട്ടായ്മ കൂടിച്ച് പോയതാണ്. ആ വീട്ടിൽ പിന്നെയും യേശു വരുമോ? ആ വീടിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ചില വീടുകളുണ്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി തുറക്കാറേയില്ല, ഒരിക്കലും തുറന്നിട്ടില്ലാത്ത ഭവനങ്ങളാണ്. അങ്ങനെയുള്ള വീടുകളിൽ ചെന്ന് കയറിയാൽ തന്നെ ഒരു ചീഞ്ഞ് നാറിയ ഗന്ധമാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ ആളുകളോട് പറയും, വർഷത്തിലൊരിക്കൽ ഒരു കൂട്ടായ്മയിലും വെക്കണം. വെച്ചാൽ ഒരു ഗുണമുണ്ട്. ഒരു 19 പേര് വന്ന് ഇതിനകത്തെ ചീഞ്ഞ വായു മുഴുവൻ ശ്വസിച്ചുകൊണ്ടങ്ങ് പൊക്കോളുമല്ലോ. അതൊന്ന് വീടെങ്കിലും ഒന്ന് ക്ലീൻ ആവുമല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ വെച്ച് കൊടുത്താൽ അത്ര ഒരു ഗുണമുണ്ടാവും. 4 ഫാൻ പുറത്തോട്ട് വെച്ച് കാറ്റടിക്കുന്നതിനേക്കാൾ ഭേദമാണ് 50 പേരെ വിളിച്ചു കയറ്റി 1 മണിക്കൂർ വീട്ടിൽ ഇരുത്തിയാൽ മതി, വീടങ്ങ് ക്ലീൻ ആവും. അപ്പൊ അവിടെ ദൈവവചനം കൂടെ പറഞ്ഞാൽ ഉണ്ടാവുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ യേശു വല്ലപ്പോഴുമെങ്കിലും നിന്റെ വീട്ടിൽ വന്നാലേ നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവൂ. ഇല്ലാത്ത വീടുകളിൽ അമ്മമാരെ പട്ടിക്കൂട്ടിലിട്ട് വളർത്തേണ്ടി വരും. നാട്ടുകാരറിഞ്ഞില്ല. മരിച്ചിട്ട് 4 ദിവസമായി ആരും അറിഞ്ഞില്ല. കാരണം അവിടെ ആരും വരാറില്ല. അങ്ങനെയുള്ള വീടുകളാണ് മരുമകളെ കടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി വിഷപ്പാമ്പിനെ വളർത്തുന്നത്. കാരണം അവിടെ കൂട്ടായ്മയ്ക്ക് ആളുകൾ വരാറില്ല. നിന്റെ വീട് ദൈവവചനം പ്രഖ്യാപിക്കുന്ന വീടുകളാവണം. അതുകൊണ്ട് ഈ വർഷം ഇന്നിവിടെ വന്നിരിക്കുന്ന സകല മനുഷ്യരും ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടാവണം. ഏറ്റവും കുറഞ്ഞത് എല്ലാ സംഘടനയുടെയും ഒരു കൂട്ടായ്മയിലും വീട്ടിൽ വെക്കണം. അങ്ങനെയാൽ നിന്റെ വീടിനെ കുറിച്ച് ഒരു ശ്രുതി ഉണ്ടാവും പുറത്ത്. ഇപ്പോഴുള്ള ശ്രുതിയല്ല, പട്ടിയുള്ള വീടെന്നുള്ളതല്ല, കൂട്ടായ്മയുള്ള വീടാണ് എന്ന ശ്രുതി വരും. ഉടനെ 3-ാം വാക്യം, 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നു. ആവശ്യക്കാരന് അവൻ എത്ര ആവശ്യനായാലും വരാൻ കഴിയുന്ന വീടായിരിക്കണം നിന്റെ വീട്. നമുക്ക് ഈ അത്യാവശ്യക്കാരനെ ഒന്നും താല്പര്യമില്ലാത്ത ആളുകളാണല്ലോ അല്ലേ. നമുക്ക് ഇങ്ങോട്ട് വല്ലതും കിട്ടാൻ മാർഗമുള്ളവൻ ഇങ്ങോട്ട് വന്നാൽ സന്തോഷമാണ്. ഇങ്ങോട്ട് വന്നാൽ ഒന്നും കിട്ടാനില്ലാത്തവൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ 3 ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലം ഞാൻ ഓർക്കുകയാണ്. ഇട്ടിതാനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. 3 നിന്ന് 50 കിലോമീറ്റർ അകലെ വട്ടവട എന്ന് പറയുന്ന ആദിവാസി ഗ്രാമത്തിൽ എസ് കെ ഇബ്രാഹിം സാറിനോടൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്ത ദിനങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഒരു മോട്ടോർ സൈക്കിളിൽ 10 രൂപയുടെ കപ്പലണ്ടിയും വാങ്ങിച്ചുകൊണ്ട് എസ് കെ ബൈക്കിൻ്റെ പുറകെ കയറും. ഞങ്ങൾ രണ്ടുപേരും കൂടി ബൈക്ക് കൊണ്ട് പോകാവുന്ന സ്ഥലം വരെ പോകും. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വനത്തിൽ കൂടെയൊക്കെ പോയി ഈ പാവപ്പെട്ട ആദിവാസികളെയൊക്കെ കണ്ട് അവരോട് എസ് കെ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 3 വരാം, ഈ മനുഷ്യനെ വന്ന് കാണാം. ദൈവം തമ്പുരാൻ വലിയ കൃപ കാണിച്ചു. എത്രയോ ആളുകൾ ഇന്ന് അവിടെ ഒരു ദേവാലയമുണ്ട്, ഒരു ഇടവകയുണ്ട്, അവിടെ ഒരു സ്കൂളുണ്ട്, അതിമനോഹരമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആവശ്യക്കാരൻ എത്ര ആവശ്യനായാലും വരാൻ കഴിയുന്ന വീടാവണം നിന്റെ വീട്. പക്ഷപാതക്കാരനെ, ഇൻകപ്പാസിറ്റേറ്റഡ് ആയ മനുഷ്യനെ, തളർന്നു പോയവനെ, ഒരു പ്രയോജനവുമില്ല എന്ന് കരുതിയവനെ വരെ കൊണ്ടുവരാൻ പറ്റിയ വീടാണ്. പ്രിയപ്പെട്ടവരെ, മമ്രയുടെ തോപ്പിൽ അബ്രഹാം താമസിക്കുമ്പോൾ ഉച്ചനേരത്ത് തൻ്റെ വീട്ടിൽ ചില അപരിചിതരെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വിഷയമുണ്ട്. അമേരിക്കയിലെങ്ങാനുമാണ് അങ്ങനെ 2-3 പേര് നമ്മുടെ വീടിൻ്റെ പതുക്കെ വന്ന് കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ അപ്പോഴേ 911 വിളിച്ച് പോലീസിനെ വരുത്തും. പണ്ട് ഒരു 25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി ഓടിച്ചെന്ന് എങ്ങോട്ട് പോവാ, എന്തിനു വന്ന എന്ന് ചോദിക്കും. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ പടിക്കൽ ആരെങ്കിലും വന്നാൽ സാവധാനം ജനലിൻ്റെ കർട്ടൻ ഒരു ശകലം നോക്കി കുറച്ചേരം എത്തി നോക്കി നിൽക്കും. പോന്നേലങ്ങ് പൊക്കോട്ട് എന്ന് വിചാരിക്കും. അവർ പോയില്ലെങ്കിൽ നമ്മളത് വാട്സാപ്പിലൂടെ നാട്ടുകാരെ അറിയിക്കും. എന്നിട്ട് നാട്ടുകാർക്കൊരു മെസ്സേജും കൊടുക്കും, ബിവെയർ, 2-3 അപരിചിതർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ വീടിന്റെ പ്രത്യേകത എന്താണ്? മുമ്പേ പറഞ്ഞ ശൂന്യങ്കാരത്തിൻ്റെ വീടെന്ന് നോക്കിക്കേ. ആ ശൂന്യങ്കാരത്തി കൂടെ വന്ന ഈ മനുഷ്യൻ ഇതുവഴി വീണ്ടും വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് മനസ്സിലായോ?
നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു മാളിക മുറി പണിതുണ്ടാക്കാം. ഈ വഴി വരുമ്പോഴൊക്കെ അദ്ദേഹം ഇവിടെ കയറി താമസിക്കട്ടെ. ആ മനുഷ്യന് അന്നേരം ആവശ്യം അവിടെ താമസിക്കാൻ ഒരു സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിയ ആ പണക്കാരിയായ സ്ത്രീ ആ മനുഷ്യന് വേണ്ടി ഒരു മാളിക മുറി പണിതുണ്ടാക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്. കിടക്കാനുള്ള കിടക്ക, ഇരിക്കാൻ കസേര, അദ്ദേഹത്തിന് ധ്യാനിക്കാനും വായിക്കാനും ഒരു മേശ, അതിനാവശ്യമായ വെളിച്ചം, എന്തെല്ലാം സംവിധാനങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആവശ്യക്കാരൻ അവൻ എത്ര ആവശ്യനായാലും നിന്റെ വീട്ടിൽ വരാൻ കഴിയുന്ന വീടാണോ എന്ന് ആത്മശോധന ചെയ്യണം. വരാറുണ്ട് നമ്മുടെ അടുത്തൊക്കെ അല്ലേ, വന്ന് നമ്മളോട് പറയുന്ന വാചകമുണ്ടല്ലോ. സാധാരണ ഞാൻ പറയുന്നൊരു വാക്കാണ്. വരുന്നവരൊക്കെ പറയും, 2 പെമ്പിള്ളാരുണ്ട്, കെട്ടിച്ചിട്ട് കുറേ കാലമായി എന്ന് പറയുമ്പോൾ നമ്മൾ സന്നദ്ധ സുവിശേഷകരായവരും പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരും നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചോളാം, സന്തോഷമായിട്ട് പൊയ്ക്കാട്ടെ. 2 മക്കളെ കെട്ടിക്കാൻ വന്നാണ്, നമ്മൾ പറയാണ് പ്രാർത്ഥിക്കാമെന്ന് പറയാണ്. അല്ലെ കുറഞ്ഞ പക്ഷേ ഇച്ചിരൂടെ എടുക്കുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചങ്ങ് വിടും. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം സുവിശേഷകരല്ലേ. ഇപ്പം ഈ ഭാഗം പ്രസംഗിക്കാൻ പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കും. നമ്മൾ വിളിച്ചു പറയുന്ന വാക്കുണ്ട്, കർത്താവേ നിന്റെ ഭണ്ഡാരത്തിൽ വേണ്ടുവോളം ഉണ്ടല്ലോ. എവിടാ? കർത്താവിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ വേണ്ടുവോളം ഉണ്ടല്ലോ, ഇവരുടെ ആവശ്യം അനുസരിച്ച് ഞാൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ട് വാചകം കൂടെ പറയും. ഇന്നത്തെ പ്രാർത്ഥനക്കാരുടെ പ്രത്യേകത, കർത്താവേ ഈ കുഞ്ഞിൻ്റെ ആവശ്യം അറിയാമല്ലോ, നിന്റെ ശ്രീഭണ്ഡാരം തോന്നി കൊടുക്കണേ. ഈ ഭണ്ഡാരം എന്തായാലും ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തളർന്ന അവശനായ പക്ഷപാതക്കാരനെ കൊണ്ടുവരാൻ പറ്റിയ ഭവനമായിരുന്നു കഫർന്നഹൂമിലെ ഭവനം. എന്നാൽ അവിടെ ആളുകൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ വീടിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് അവനെ താഴേക്കിറക്കി. ഇസ്രായേലിലെ അക്കാലത്തെ ഭവന നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലേ അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ഏതാണ്ട് കോൺക്രീറ്റ് കെട്ടിടം ഏതാണ്ട് ഹാമർ വെച്ച് തള്ളി പൊട്ടിച്ചാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. ചുണ്ണാമ്പ് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ചെറിയ ചെറിയ ടെറസുകളാണ്. ഒരു തള്ളു തള്ളിയാൽ പൊളിയുന്ന തരം ടെറസുകളാണ്. മഴ വളരെ കുറവുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. അതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 2 കമ്പ് വലിച്ചു വരിയാൽ മതി, അത് വലിച്ചിറക്കാം. പക്ഷേ നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ ഒരു വാക്കുപോലും ആ വീട്ടുകാരോ ആരെങ്കിലുമോ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല. എൻ്റെ അർത്ഥം എന്താണ്? ആ വീട്ടുകാരൻ്റെ പ്രത്യേകത മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള മനുഷ്യനായിരുന്നു അവർ. മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടി എത്ര അസൗകര്യങ്ങളും സഹിക്കാനുള്ള മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളോട് പറയും. ഞാൻ മൂന്നാറിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് മൂന്നാറ്, വെള്ളത്തൂവൽ, മാങ്കുളം 3 പള്ളികൾ, വട്ടവട, ശാന്തമ്പാറ 2 മിഷൻ ഫീൽഡുകൾ, 5 പ്രവർത്തനങ്ങളാണ്. മാങ്കുളം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് 32 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലമാണ്. കുടിയേറ്റ മേഖലയാണ്. വണ്ടിയില്ല, യാതൊരു സൗകര്യമുള്ള റോഡില്ല, ഒന്നുമില്ല. വെറും മലയും വനവും മാത്രമാണ്. നടന്നു മാത്രമേ പോകാൻ പറ്റുള്ളൂ. മൂന്നാറിൽ നിന്ന് യാത്ര ചെയ്ത് 16 കിലോമീറ്റർ താഴേക്ക് വരുമ്പോൾ കല്ലാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മൂന്നാറോട് പോലെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ കൊണ്ട് ബൈക്ക് വെച്ചേച്ച് അടുത്ത 16 കിലോമീറ്റർ നടക്കുക കുർബാന ചൊല്ലാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വരും, പെട്ടിയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കും, ഒരുമിച്ച് നടക്കുകയാണ് 16 കിലോമീറ്റർ. 3 വർഷക്കാലം അവിടെ ശുശ്രൂഷ ചെയ്തതാണ്. അങ്ങനെ പോയി കുർബാന വേണ്ടി തിരിച്ചു വരുന്ന ഒരവസ്ഥ. മാങ്കുളം എന്ന് പറയും. ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപ, റോഡുണ്ട്, ബസ്സുണ്ട്, സുഖമായിട്ട് മാങ്കുളത്തെത്താം. അന്ന് കറണ്ടില്ല, വെള്ളമില്ല. വെള്ളം നാച്ചുറൽ ഫോഴ്സസിലൂടെ വരുന്ന ട്യൂബിട്ടെടുക്കുന്ന വെള്ളമാണ്. കറണ്ടില്ല. ആ പള്ളിയോട് ചേർന്നൊരു കുടിലുണ്ട്, ഒരു ചെറ്റക്കുടിലാണ്. ആ പള്ളിയിലുണ്ടായിരുന്ന വീടുകളിൽ ഏറ്റവും കൊള്ളാവുന്ന വീട് അതാണ്. പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കൊച്ചു വീട്. ആ വീട്ടിലാണ് ചെല്ലുമ്പോൾ താമസിക്കുന്നത്. ഒറ്റ കട്ടിലേ ആ വീട്ടിലുള്ളൂ. അപ്പച്ചനുമുണ്ട്, അമ്മച്ചിയുണ്ട്, മോന്, ഭാര്യ, ഒരു മോൻ. ഇത്രയും ആളുകളൊരു വീടാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ആ കട്ടില് ഒരുക്കി എനിക്ക് വേണ്ടി കൊടുക്കും. ഞാൻ കാല് പിടിച്ചിട്ടുണ്ട്, അമ്മച്ചി ദേവി തന്നെ ഇതൊക്കെ എടുത്ത് ഞാൻ താറക്കണം. അമ്മച്ചി സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ താമസിക്കുന്ന ആ വീട്, എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുമ്പോൾ ആ വീടിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ രാത്രി ഈ കുപ്പായം ഒരുവിധമൊക്കെ കൈയൊക്കെ വെച്ച് തൂത്ത് വൃത്തിയാക്കി അവിടെ ആ സൈഡിൽ ഒരു ഈർക്കിലയിലോട്ട് കൊളുത്തിയിട്ടേച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. രാത്രി ആരോ എഴുന്നേറ്റ് നടക്കുന്ന ശബ്ദം കിട്ടും. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ വീട്ടിലെ അമ്മച്ചിയുടെ അലക്കി വെച്ചിരുന്ന ഒരു കച്ചമുറി എടുത്തുകൊണ്ട് വന്ന എൻ്റെ കുപ്പായത്തെ പൊതിഞ്ഞേച്ച് ഒരു സേഫ്റ്റി പെൻ കുത്തുകയാണ്. ഞാൻ ഉടനെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തോ ഈ കാണിക്കുന്നത്? ആ അമ്മച്ചി പറഞ്ഞ വാക്കാണ്, എൻ്റെ അച്ഛൻ്റെ കുപ്പായം നാളെ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇതയിൽ ഈ വിളക്ക് തിരിയുടെയൊക്കെ കറ പിടിച്ച് കറുത്തു പോയാൽ
എനിക്ക് സങ്കടമല്ലേ. അതുകൊണ്ട് ആ അമ്മച്ചിയുടെ മുണ്ടെടുത്ത് എൻ്റെ കുപ്പായം ചുറ്റിയിട്ട രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ പാവപ്പെട്ട വീട് ഒരു വൈദികനെ സ്വീകരിക്കാൻ, സൽക്കരിക്കാൻ കാണിച്ച മനസ്സ്. നമ്മുടെ വീട്ടിൽ എന്തിൻ്റെ കുറവായിപ്പോ? പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണോ? വാചകം അടിക്കാനും പ്രസംഗിക്കാനും വീമ്പടിക്കാനും അല്ലാതെ. ഒരാവശ്യക്കാരൻ തളർന്നവന് പോലും എൻ്റെ വീട്ടിൽ വരാമെന്നും എന്ത് അസൗകര്യവും ഞാൻ സഹിക്കാൻ തയ്യാറാണെന്നും പറയാൻ സന്മനസ്സുള്ളവരാണോ നമ്മൾ? ഈ പ്രഭാതത്തിൽ കപർന്നഹൂമിലെ ഭവനം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാം എക്സ്ക്യൂസസാ പറയുന്നത്. ഞാനിപ്പോഴും ഒരു ഇടവക ശുശ്രൂഷ ചെയ്യല്ലേ. ഇടവകയിലെ വൈദികർ അനുഭവിക്കുന്ന മനപ്രയാസങ്ങൾ എന്ത് പ്രയാസമാണ്. ഇടവ മിഷൻ സെക്രട്ടറി എന്ന് പറയും, അച്ഛാ ഒറ്റ ഒരുത്തനും പ്രാർത്ഥന വെക്കുന്നില്ല അച്ഛാ. അച്ഛൻ ഇടപെട്ടാട്ടെ. എന്തോ ചോദിക്കുന്നത്? വല്ലവനോട് ചോദിക്കും, എന്താ ഒരു പ്രാർത്ഥന വെച്ചാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വാചകമാണ്, അച്ഛാ കാർപ്പറ്റ് എല്ലാം വൃത്തികേടാവും അച്ഛാ. മാങ്കുളത്തെ അമ്മച്ചിയെ മറക്കരുത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ ഞാൻ ശക്തമായി പ്രഭാതത്തെ വെല്ലുവിളിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് വന്ന നമ്മളെ ദൈവം തമ്പുരാൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് നിന്റെ വീട്ടിൽ സകലവിധ വിദേശ ഫർണിച്ചറും കാർപ്പറ്റും ഉള്ളപ്പോൾ നിനക്ക് ദൈവവേലയ്ക്ക് ഒരു കൂട്ടായ്മ നടത്താൻ നിനക്ക് സൗകര്യമില്ല. കാരണം നിന്റെ കാർപ്പറ്റ് ചീത്തയാകും. ഒരമ്മച്ചിയുടെ കച്ചമുറി, ഒരു വൈദികന്റെ കുപ്പായത്തെ പ്രൊട്ടക്ട് ചെയ്ത വീട് കപർന്നഹൂമിലെ വീടാണ്. നിന്റെ വീട്, നിന്റെ കാർപ്പറ്റ് വൃത്തികേടാവെന്നും പറഞ്ഞു, നിന്റെ സോഫ ഇമ്മൂവബിൾ ആണ് എന്നും പറഞ്ഞ് കൂട്ടായ്മ വെക്കാത്ത നിന്നെ ഈ പ്രഭാതത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്ത് അസൗകര്യം സഹിക്കാനാണ് നീ തയ്യാറാവുന്നത്? സിറ്റി പാരിഷസിലൊക്കെ ശുശ്രൂഷ ചെയ്ത ആളാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പറയുന്നൊരു വാചകമാണ്, ഈ കസേരയൊക്കെ ആരാച്ചാ പിടിച്ചിടുക? ഈ കൂട്ടായ്മ കഴിച്ചു പോയി ആര് പറക്കിയിടുക വെച്ചാ ഇത്? പിന്നെ ഭക്ഷണം കഴിച്ചു ആര് പാത്രം കഴുകുവച്ചാ? എന്തൊക്കെ അസൗകര്യമാണ്. വന്നിരിക്കുക, 100 വർഷമായി, ഇനി അടുത്ത 100 വർഷം കൂടെ ജീവിച്ചിരുന്നാൽ കൊള്ളാം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഒരു 14 പരിപാടിയും കൊണ്ട്. നിന്റെ ഈ ഒരു ഇന പരിപാടി ശരിയായാൽ ബാക്കി പരിപാടി എല്ലാം തന്നെ വന്നോളൂ. അതാണ് കപർന്നഹൂമിലെ ഭവനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. 6ാമത്തെ വാചകമാണ്, അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. വാസ്തവത്തിൽ ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നവരുണ്ടല്ലോ, യഹൂദ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളാണ്. ബാബിലോണ്യ പ്രവാസകാലം മുതൽ വേദപുസ്തകം കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കിയിരുന്ന ആളുകളാണ്. വേദപുസ്തകത്തിലെ ആദ്യം മുതൽ അവസാനം വരെ നന്നായി ഒരു വാക്ക് പോലും ഇല്ലാതെ കാണാതറിയാവുന്ന പ്രഗത്ഭന്മാരാണ്. സമൂഹത്തിലെ മാന്യന്മാരാണ്, ആഢ്യന്മാരാണ്. പക്ഷെ നമ്മൾ ഈ പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ പ്രവർത്തികളൊക്കെ വായിക്കുമ്പോൾ ഇവരെക്കുറിച്ച് വല്ലാത്ത ഒരു കൊണോട്ടേഷനാണ്. നമുക്ക് ഈ ശാസ്ത്രീയം എന്ന് കേൾക്കുമ്പോൾ ആരാണ്ട് അളിഞ്ഞ പാർട്ടിയാണെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. അല്ല പ്രിയപ്പെട്ടവരെ, യഹൂദ സമൂഹത്തിലെ ഏറ്റവും വലിയ ആഢ്യന്മാരാണ്, വേദജ്ഞാനികളാണ്, തിയോളജിയന്മാരാണ്, വേദപുസ്തകം നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. അവർക്കറിയാവുന്നതിനപ്പുറം വേദപുസ്തകത്തെ ഒരുത്തൻ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയാണ്, ചൊറിച്ചിലാണ്. ഒരു നന്മയും വരാൻ അവർ കൂട്ടു നിൽക്കുകയില്ല. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങും. അസ്വസ്ഥതയാണ്. എവിടെ ചെന്നാലും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് എവിടെ ചെന്നാലും യേശു എന്തെല്ലാം ചെയ്താലും ഇങ്ങനെ കുറേ എണ്ണം അവിടെ വന്നിരിപ്പുണ്ട്. ഏത് നന്മ കണ്ടാലും ഉടനെ പിറുപിറുക്കുകയാണ്. എന്തെങ്കിലും അതിൻ്റെ കര കയറി ഒരു കൊളുത്തു വെക്കും. ഒന്നും മിണ്ടണമെന്ന് പോലും ഇവരുടെ മനസ്സ്. യേശു കർത്താവ് പോലും അസ്വസ്ഥനായി പോയെന്നാ നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം യേശു അവർ മനസ്സിൽ ചിന്തിക്കുന്നത് അറിഞ്ഞേച്ച് അവരോട് പ്രതികരിക്കുന്നത് കാണുന്നുണ്ട്, അല്ലേ? നമ്മൾ എവിടെ ചെന്നാൽ ഈ പ്രസംഗിക്കാനൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകളായോണ്ട് നമുക്കറിയാം. ഞാൻ ഈ അച്ഛൻ പറഞ്ഞ പോലെ മറ്റ് സഭകളിലും ഈ എക്യൂമെനിക്കൽ കൺവെൻഷനുകളൊക്കെ ധാരാളം പോകുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയും, ഈ യാക്കോബായ സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ ഒക്കെ ഒരു കൺവെൻഷന് പോയി പ്രസംഗിക്കുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷവും താല്പര്യവും കാണും. എന്തൊരു സന്തോഷം അവിടെ പോയി പ്രസംഗിക്കാൻ. പക്ഷെ നമ്മുടെ ചിലരുടെ അടുത്തൊക്കെ ചെന്നാൽ മുമ്പിൽ വന്ന് വെടിക്കുറ്റി പോലെ ഇരിക്കും ചിലവൻ. അവൻ്റെ നോട്ടം കണ്ടാൽ തന്നെ അവൻ ഏതാണ്ട് കൊടുക്കാനുള്ള ലക്ഷണത്തിലാണ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോ കേട്ടാലും ഒരനക്കവും ഇല്ല, അവിടെ അങ്ങ് ഇരിക്കുക, ബലിക്കല്ല് പോലെ അങ്ങ് ഇരിക്കുക. ഒരനക്കവും ഇല്ലാത്ത കുറേ എണ്ണം, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അവൻ്റെ മുഖത്ത് നോക്കിപ്പോയാൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ട് അത് അപ്പോഴേ ആവിയായി പോകും. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഒരു നന്മയും അനുവദിക്കുകയില്ല. അത് ഞങ്ങൾ അച്ഛന്മാരും മോശമല്ല,
അൽമായക്കാരും മോശം ഇയാൾ വന്നിരിക്കുക എൻ്റെ എത്ര കണ്ടതാ, ഇത് കണ്ടോണ്ട നോക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ വല്ലതും പറയാൻ നോക്കൂ. ഇങ്ങനെയുള്ളതിനെ നിന്റെ വീട്ടിൽ കയറ്റരുത്. നിന്റെ വീട്ടിലൊരു അനുഗ്രഹം കാണുമ്പോൾ, നിന്റെ വീട്ടിലൊരു നന്മ കാണുമ്പോൾ അവിടെ വന്ന് പിറുപിറുക്കുന്ന ഒരെണ്ണത്തിനെ നിന്റെ വീട്ടിൽ കയറ്റരുത്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ മനുഷ്യൻ എഴുന്നേറ്റ് സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഭയങ്കരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അതിനോട് ചേർന്നൊരു വാക്ക്, നിന്റെ വീട്ടിൽ വന്നു പോകുന്നവൻ മഹാസന്തോഷത്തോടെ വേണം പോകാൻ. ഏത് സങ്കടത്തോടെ നിന്റെ വീട്ടിൽ വരുന്നവനും തികഞ്ഞ സന്തോഷത്തോടെ തിരിച്ചു പോകണം. അനുഗ്രഹം പ്രാപിച്ചേ മടങ്ങിപ്പോകാവൂ. ഇതാണ് ഒരു സന്നദ്ധ സുവിശേഷകന്റെ വീടിന്റെ പ്രത്യേകത. നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നവൻ തിരികെ പോകുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചു പോകണം. ദുഃഖഭാരത്തോടെ പോകരുത്. ഒരുത്തനും സങ്കടത്തോടെ നമ്മുടെ വീട് വിട്ട് പോകരുത്. ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ മനുഷ്യൻ ഈ കബർനഹൂമിലെ വീട് ജീവിതകാലത്ത് എന്തെങ്കിലും മറക്കുമോ? അവൻ്റെ ആയുസ്സുള്ള കാലം അവൻ എന്തെല്ലാം മറന്നാലും ഈ കബർനഹൂമിലെ വീട് അവൻ മറക്കുമോ? ഒറ്റ ചോദ്യം, നമ്മുടെ വീട് ലോകത്തിൽ ആരെങ്കിലും ഓർമ്മ വെക്കുമോ? ഒരു മിനിറ്റ് കണ്ണടയ്ക്കാം. ഈ ഒറ്റ ചോദ്യം നമ്മളോട് ചോദിക്കുക. പക്ഷപാതക്കാരൻ കബർനഹൂമിലെ വീട് അവൻ മരിക്കുന്നത് വരെ മറക്കില്ല. എത്ര കാലമായി നമ്മൾ ഈ ഭൂമി ജീവിക്കുകയാണ്. നമ്മുടെ വീട് ആരെങ്കിലും എന്നെങ്കിലും ഓർക്കാനിട വരുമോ? ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ഹിയറിംഗ്. God bless you.